ഇനി നമ്മൾ ബ്രെഡ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണാൻ പോകുന്നത്. അതും ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ബ്രെഡിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല ഈസ്റ്റ് നോക്കി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിനൊരു വല്ലാത്തൊരു സ്മെല്ലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസ്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അല്ലാതെ നല്ല ഈസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്തിരുന്നാലും മതി. നമുക്കൊരു 10-15 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കപ്പ് എന്ന് പറയുന്ന അളവെടുക്കുമ്പോൾ നമ്മൾ വടിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മിൽക്ക് പൗഡറാണ്. 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ആ ഒരു കളറും ഒക്കെ കിട്ടും. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമുക്കത് അങ്ങോട്ട് കുഴഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് കുഴച്ച് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് മതി. ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മളതിന് വേണ്ടി പൊടിയൊന്നും ചേർക്കരുത്. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. കയ്യിലും കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളത് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിലൊക്കെ എന്തായാലും കുറച്ചൊക്കെ പറ്റി പിടിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് നനവ് കൂടിയതുപോലെയൊക്കെ തോന്നും. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മൾ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വലിച്ചങ്ങ് തേച്ച് കുഴച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലെടുക്കുന്ന ബട്ടർ നല്ല സ്മെല്ലുള്ള ബട്ടർ ആയിരിക്കണം. കുറേ കാലമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന ബട്ടറിന് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ബ്രെഡിനും ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുഴച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കുഴക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളത് ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചുണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുക. കുഴയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ വലിച്ച് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചാൽ മതി. കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ തേച്ചങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് സമയം നോക്കിയാൽ മതി. ഒരു 10 മിനിറ്റോളം തന്നെ കുഴച്ചിട്ടുണ്ട്. അപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡോ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് മതി. നമുക്ക് ബൗളിലേക്ക് കുറച്ച് ഓയിലാക്കി അതിലേക്ക് മാവങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടവൽ നനച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതങ്ങ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഈർപ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തങ്ങി നിന്നോളും. അതിൻ്റെ മുകളിൽ മുട്ടണമെന്നില്ല, പുറമായിട്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ഒന്ന് കളഞ്ഞ് ഉരുട്ടിയെടുക്കാം. ഒരുപാട് സമയമായിട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ഈ ബൗളിൽ തന്നെ ഇട്ടൊന്ന് കുഴച്ച് നമുക്ക് കൈ വെച്ച് തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു ബ്രെഡിൻ്റെ പാൻ എടുക്കാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. പിന്നെ വീതി 3.5 ഇഞ്ചാണ്. ഇനി നമ്മൾ ഹൈറ്റ്, ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഇതുപോലത്തെ ട്രേ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഹൈറ്റും ഒരു 3.5 ഇഞ്ച് തന്നെ ഉണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതാ ഈ മാവെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കുറച്ചൊന്ന് നീളത്തിലാക്കി കൊടുക്കാം. ബ്രെഡിൻ്റെയൊക്കെ ഒരു ഷേപ്പില്ലേ. അപ്പോൾ സാധാരണ എല്ലാവരും പരത്തി റോൾ ചെയ്തൊക്കെ എടുക്കുക. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാറേ ഉള്ളൂ. നമുക്ക് അത് ട്രേയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ പാനിൻ്റെ ഷേപ്പിൽ അങ്ങ് ആക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ഹൈറ്റ് ഉള്ള തരത്തിൽ ആക്കി കൊടുക്കണം. ഒന്ന് നമ്മളത് നോക്കണം. ചില ഭാഗം പൊങ്ങിയും ചില ഭാഗം താണൊന്നും ഇരിക്കാതെ ഒരേപോലെ അങ്ങ് ആക്കി കൊടുത്തിരുന്നാൽ മതി. അത് ആയിട്ടുണ്ട്. നമുക്കിതൊരു നനഞ്ഞ ടവലിന് ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി പൊങ്ങി വരുമ്പോൾ തുണി മുട്ടാത്ത തരത്തിൽ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം.
നന്നായിട്ട് പൊങ്ങി വന്ന നല്ല ഗുണ്ടുമണി പോലെ പൊങ്ങി വന്ന് ഇരിപ്പുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും കൂടെ ബ്രഷ് വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലോട്ടങ്ങ് തേച്ച് കൊടുക്കാം. വെളുത്ത എള്ളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ. സാധാരണ ബ്രെഡിൻ്റെ മുകളിൽ അങ്ങനെ ഇടാറില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ടാൽ കാണാനൊരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് അലുമിനിയം പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ ഹൈ ഫ്ലെയിമിലിരിക്കുകയാണ്. ഞാൻ ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ ബ്രെഡിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പം തീച്ചിരി കൂടുതലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നായിട്ടുണ്ടാവും. ഇപ്പം മോൾ ഭാഗത്ത് അങ്ങനെ കളറില്ല. ഇപ്പം ഓവനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്തും കൂടെ കളർ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പിലാകുമ്പം എന്തായാലും മോൾ ഭാഗത്ത് അധികം കളർ വരില്ല. അപ്പോൾ നമുക്കിതൊന്ന് കളർ വരുത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാം. പതുക്കെ ഒന്നിതങ്ങ് ചെരിച്ചിട്ട് കൊടുക്കുകയാണേ. വളരെ പതുക്കെ ചെരിക്കണം. അത് നമ്മുടെ ബ്രെഡ് അറിയാതെ പതുക്കെ ചെരിച്ച് കൊടുക്കുക. ചെരിച്ച് അവിടെ കിടത്തിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. തിരിക്കുമ്പം ശ്രദ്ധിക്കണം, സൈഡിൽ കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊള്ളൽ കിട്ടും. പിന്നെ മോൾ ഭാഗത്ത് കളർ വേണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് എടുത്തിരുന്നാലും മതി. പക്ഷെ കളർ വരുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ അത് വെച്ചിട്ടുണ്ടേ, വീണൊന്നും പോവില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ബേക്കിംഗ് ട്രേക്ക് ഇത്രയും ഹൈറ്റുള്ള ബേക്കിംഗ് ട്രേ ആയിരിക്കണം. ഹൈറ്റ് ഇല്ലാത്ത ബേക്കിംഗ് ട്രേ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് വന്ന് റിങ്ങിൻ്റെ മുകളിലൊക്കെ പറ്റി പോവും. ഹൈറ്റ് ഇല്ലാത്ത ട്രേ ആണെങ്കിൽ തിരിച്ചിടാതെ എടുത്തിരുന്നാൽ മതി. അതേ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അതൊക്കെ ഇങ്ങനെ എടുക്കാം. ഇത് വെക്കുന്ന സമയത്ത് എടുത്തങ്ങ് ഇട്ട് കളയരുത്. അപ്പം ചിലപ്പോൾ ബ്രെഡിങ്ങ് പുറത്തോട്ടങ്ങ് ഇളകി പോരും. അടിപൊളി നല്ല കളറൊക്കെ വന്നിരിപ്പുണ്ട്. നല്ല നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പുറഭാഗം ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ളത് പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിക്കോളും. നമുക്കിത് എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് വെച്ച് തണുപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ അങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ ഒന്ന് കത്തി ഒന്ന് കയറ്റി ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഇളകി വരും. അധികം ബുദ്ധിമുട്ടില്ല ഇളകാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മറച്ചിടുന്ന സമയത്ത് വളരെ പതുക്കെ ബ്രെഡ് അറിയാതെ പാൻ അറിയാതെ ചെയ്ത് കൊടുക്കണമെന്ന്. നമുക്ക് തിരിച്ചങ്ങിട്ടിട്ട് പാൻ അങ്ങ് പൊക്കി കൊടുക്കാം. അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്യരുത്. എൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അപ്പോഴാണ് ആ ബട്ടറിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ബ്രെഡ് കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ആദ്യം ബട്ടർ ചേർത്തതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിരുന്നാൽ മതി. ആ സമയത്ത് ഇവിടെ ഈ ലാസ്റ്റ് ടൈമിൽ ഓയിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ബ്രെഡിന് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് വരും. ചൂടോടുകൂടി തന്നെ ബട്ടർ ആക്കി കൊടുക്കും. എല്ലായിടത്തും അങ്ങ് ആക്കി കൊടുക്കാം. സൈഡിലും അടിഭാഗത്തും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു കാര്യം ചെയ്യണം. ഒരു ടവലിൽ പൊതിഞ്ഞ് വെക്കണം. അതിൻ്റെ ആ ഒരു ആവി കൊണ്ട് ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവുള്ളൂ. ഇപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ടുള്ളത് പോലെയൊക്കെ ഉണ്ടാവും. തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാവും. പിന്നെ നമ്മൾ ഇപ്പോൾ പൊതിയുന്ന ടവല് നനഞ്ഞ ടവലല്ല കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള ടവലാണ് എടുക്കേണ്ടത്. നനഞ്ഞ ടവല് വെച്ച് പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ബ്രെഡിനൊരു വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പം ഡ്രൈ ആയിട്ടുള്ള ടവൽ എടുത്താൽ മതി. കുറച്ചുകൂടെ വലിയ ടവൽ എടുക്കാം കേട്ടോ. ഞാൻ എടുത്ത ടവൽ ചെറുതായിപ്പോയി. ഇത് കണ്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നല്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടില്ല. ആഹാ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബ്രെഡാണ്. നമ്മൾ വിചാരിക്കില്ല ഇത്രയും സോഫ്റ്റ് ആവുന്ന തണുത്ത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഒരുപാട് സമയം ബേക്കൊക്കെ ആയിപ്പോയാൽ വല്ലാതെ ഹാർഡായി പോട്ടോ. അതുകൊണ്ട് നമ്മൾ ടൈം നോക്കി കറക്റ്റായിട്ട് എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ബ്രെഡ് നൈഫ് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. നല്ലതല്ല സാധാരണ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല. കട്ട് ചെയ്യുമ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് അമർത്തി കട്ട് ചെയ്യരുത്. ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ആക്കി നീക്കി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബ്രെഡ്. അടുത്ത പീസും കൂടെ കട്ട് ചെയ്യാം. അങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോകുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെന്നാൽ പൊടിഞ്ഞു പോകാത്ത ബ്രെഡാണ്. ഞാൻ ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നമ്മളിത് കയ്യിലിങ്ങനെ പിടിച്ച് ഞെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഒന്ന് മുറിച്ച് കാണിക്കാം. ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ മുറിഞ്ഞങ്ങ് വരുന്നുണ്ട്. കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. ശരിക്കും ബ്രെഡിൽ നല്ല ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ബ്രെഡാണ്. ഇത് നമുക്ക് ജാമ് തേച്ച് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആൽഫ്രെഡോ പാസ്തയുടെ കൂടെ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡാണത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആൽഫ്രെഡോ പാസ്തയും ഗാർലിക് ബ്രെഡുമാണ്. ഞാൻ പക്ഷേ ഇപ്പം ലിസോയുടെ ആൽമണ്ട്സ് ബ്രെഡ് തേച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്.
പെർഫെക്റ്റ്. നമ്മൾ കുറച്ച് ദിവസമൊക്കെ വെച്ചിരുന്ന അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് കുറയും കേട്ടോ. കാരണം നമ്മൾ സാധാരണ ബ്രെഡ് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.